ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ 2 പ്ലാസ്റ്റിക് ബക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് പൊക്കം കുറഞ്ഞതും ഒന്ന് പൊക്കം കൂടിയതും. അപ്പം അതിനകത്ത് ആദ്യം ആ വലിയ ബക്കറ്റിനകത്ത് നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം. ഓയിൽ ഏത് വേണോ നമുക്ക് പുരട്ടി കൊടുക്കാം. ഇനിയിപ്പം ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന ഈ ചെടിച്ചട്ടി ശകലം പൊക്കം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം വേറെ സൈസിനുള്ള ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വലുതെടുത്തത്. അപ്പം അത് പോരാത്തതിന് നമ്മൾ അതിനകത്ത് വയ്ക്കാൻ എടുത്തേക്കുന്ന ബക്കറ്റ് പൊക്കം കുറവുമാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വലിയ ബക്കറ്റിനകത്ത് കുറച്ച് മണൽ ഞാൻ നിറച്ചിട്ടുണ്ട്. അതൊന്ന് തട്ടി നല്ല നിരപ്പാക്കിയ ശേഷം നമുക്ക് സിമൻറ്റ് മണലാണ് വേണ്ടത്. അപ്പോൾ സിമൻറ്റ് 1 മണൽ 1 എന്നും എടുക്കുന്ന കണക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. എല്ലാ വീഡിയോയിലും ഉപയോഗിക്കുന്ന കണക്ക് സിമൻറ്റ് 1 മണൽ 1. അപ്പോൾ ആ ഒരു അളവിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ വലിയ ബക്കറ്റിൻ്റെ സൈഡിൽ ഏകദേശം 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ കുറച്ച് സിമൻറ്റ് മണലും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം തട്ടി നിരത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ബക്കറ്റ് വലിയ ബക്കറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ച് നമുക്ക് ബാക്കിയുള്ള ഭാഗം കറക്റ്റ് വീതി എല്ലാ സൈഡിലും ഒരേ കണക്ക് വരത്തക്ക രീതിയിൽ ആ ചെറിയ ബക്കറ്റ് വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ വാരി നിറച്ചു കൊടുക്കാം. അപ്പം എല്ലാ സൈഡും വാരി നിറയ്ക്കപ്പോൾ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ചെറിയ ബക്കറ്റ് കറക്റ്റ് വീതി നോക്കിക്കൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ വീതി. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം നമ്മൾ കൈകൊണ്ട് തന്നെ വാരി നിറച്ചിട്ട് ഏകദേശം 1/4 ഭാഗം ആകുമ്പോൾ അല്ല കമ്പിയോ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം നമ്മൾ ഇട്ടേക്കുന്ന സിമൻറ്റ് നല്ലവണ്ണം കുത്തി ഞെരുക്കി കൊടുക്കുക. അപ്പം ബാക്കിയുള്ള എവിടെയെങ്കിലുമൊക്കെ സിമൻറ്റ് എത്തിച്ചേരാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഫില്ലായിക്കോളും. അത് കഴിഞ്ഞ് കൈകൊണ്ട് തന്നെ അടുത്ത് വീണ്ടും വാരി നിറച്ചിട്ട് നമുക്ക് മുകൾ സൈഡ് ആ കരണ്ടി കൊണ്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോകല്ലേ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ ബക്കറ്റ് ഉടനെ ഇളക്കേണ്ടതാണ്. അപ്പോൾ അത് ഇളക്കുമ്പോൾ ചിലപ്പം ഇളകി വരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വെള്ളം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചു. അപ്പോൾ എന്നിട്ട് ബാക്കി അതിനകത്തുള്ള ചെറിയ ബക്കറ്റ് എടുത്ത് മാറ്റിയിട്ട് ആ ഹോൾ ഭാഗത്ത് മണൽ തന്നെ വാരി നിറയ്ക്കാം. ഏകദേശം ഉണങ്ങിയ മണൽ വാരി നിറച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ചിട്ട് അതിനെ കമഴ്ത്തി വെച്ച് നമുക്ക് ആ വലിയ ബക്കറ്റിന് ഇളക്കിയെടുക്കാം. നമ്മൾ സിമൻറ്റ് ശകലം വെള്ളം കൂടിയതുകൊണ്ടാണ് ആ ബക്കറ്റൊന്ന് ഇളക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റാത്തത്. അപ്പം വെള്ളം നല്ല കുറഞ്ഞു നിന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇളക്കി ആ പൊക്കം കുറയ്ക്കാൻ വേണ്ടിയാണ് ആദ്യം മണലിട്ടത്. എന്നിട്ട് ആ മണലൊക്കെ ഒന്ന് കോരി മാറ്റി ആ കരണ്ടി കൊണ്ട് ആ മുകൾ സൈഡൊക്കെ ഒന്ന് തേച്ച് നല്ലോണം വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക നമുക്ക്. അപ്പം കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കമ്പിത്തുണ്ട് ഉപയോഗിച്ച് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് PVC പൈപ്പ് വെച്ച് ആ റൗണ്ടിന് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള സൈഡ് ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പം ചെടിച്ചട്ടിയുടെ അടി സൈഡിലെ ഹോള് റെഡിയായി. നമ്മുടെ ചെടിച്ചട്ടിയുടെ അടി സൈഡിലെ ഹോളും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ചെറിയ ഡിസൈനൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ചെറിയ പീസുകളായിട്ടാണ് അതിൽ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ അത് ഏകദേശം ഒരു 8 പീസായിട്ട് ഞാൻ മുകൾ സൈഡിൽ നിന്ന് കറക്റ്റ് ലെവലിൽ വരച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഡിസൈനിൽ നിങ്ങൾ വരച്ചെടുക്കുക. ആ വരച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത് ടേപ്പ് ഉപയോഗിച്ച്, ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലും സെലോ ടോപ്പിൽ 2 സൈഡും പശയുള്ള ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 1/4 ഇഞ്ച് വീതിയാണ്. അപ്പോൾ അതിൻ്റെ ആ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ടിന് കറക്റ്റ് അളവിന് തന്നെ വെച്ച് 2 സൈഡും മാർക്ക് ചെയ്യാം. അപ്പോൾ 2 സൈഡും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട വീതി എത്രയാണ്, ആ ഗ്രൂവിന് എത്ര വീതി നിങ്ങൾ കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സിമൻറ്റ് ചെറിയ കരണ്ടി വെച്ച് തന്നെ ഇളക്കി മാറ്റിയിട്ട് ആ ടേപ്പ് ഉപയോഗിച്ച് തന്നെ അതിനകത്തൂടെ നല്ലവണ്ണം ഉരച്ചു കൊടുത്താൽ നമുക്ക് അതിനകം ഒന്ന് വൃത്തിയായിട്ട് ആ കുഴിവ് ചെറിയൊരു വൃത്തിയായിട്ട് കിട്ടും. ഇപ്പം ആ കുഴിച്ച ഭാഗത്തൊക്കെ നമുക്ക് ആ ടേപ്പ് ഉപയോഗിച്ച് തന്നെ
അതിന് അകത്തൂടെ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കുഴു ഭാഗമൊക്കെ കാണാൻ നല്ലൊരു വൃത്തി കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം വലിയ ഫിനിഷിംഗ് ഒന്നും വേണ്ട. അപ്പോൾ കട്ട് ചെയ്ത് ആ ടേപ്പിൻ്റെ വീതിക്ക് തന്നെ തിരിച്ചുള്ള ആ ഗ്രൂവും കൂടെ നമുക്ക് ഓരോ പീസുകളായിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ആ ടേപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ വേറെ ഒന്നും വലുതായിട്ടൊന്നും ഫിനിഷിങ് ചെയ്യുകയൊന്നുമില്ല. കാരണം എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊരു ചെടിച്ചട്ടി, ഒരു ഡിസൈനുള്ള ഒരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ അത്രമാത്രമേ ഉള്ളൂ. അപ്പം വലിയൊരു വൃത്തി അതിൻ്റെ വീതികളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 ദിവസം നല്ലോണം നനച്ചു കൊടുത്ത് അത് നല്ലോണം ഒന്ന് ഉണങ്ങിയെടുക്കാം. ഉണങ്ങിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ദിവസം നല്ലോണം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള ആ മണലൊക്കെ എടുത്തങ്ങ് മാറ്റാം. മണലൊക്കെ എടുത്തൊന്ന് മാറ്റി നമുക്ക് അതിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അകമെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് ആ അടിയിൽ നിന്നുള്ള മേലോട്ട് ഇട്ടേക്കുന്ന ആ ലൈനൊക്കെ മുകൾ സൈഡും കൂടെ കുറുക്കെ ഒന്ന് എല്ലാ മുകളിലോട്ട് വരുന്ന എല്ലാ ലൈനും തിരിച്ചും കൂടെ കട്ട് ചെയ്ത് കളയാതെ ഒരു വീതിക്ക്. അപ്പോൾ തിരിച്ച് ഉള്ള ലൈനെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അത് ഒന്ന് ഉണങ്ങാൻ, നല്ലവണ്ണം ഉണങ്ങിയിട്ട് മാത്രമേ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണങ്ങുന്ന നേരെ ഒരു ദിവസം ഇരുന്നാലും ഒന്ന് നല്ലവണ്ണം വെയിൽ കൊള്ളിച്ചാൽ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഏകദേശം ഒരു ദിവസം ഞാൻ നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കളറിന് വേണ്ടി എടുത്തിരിക്കുന്ന എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു കോട്ട് നമുക്ക് ആക്രിലിക്കിൻ്റെ ഒരു കോട്ട് അകവും പുറവും എല്ലാ സൈഡിലും പറ്റത്ത രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുക. ബ്ലാക്ക് പെയിൻറ്റ് എല്ലാ സൈഡിലും അകത്തും പുറത്തും ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കളറാണ്. അപ്പോൾ കളറിന് വേണ്ടി ഞാൻ റെഡും ഓറഞ്ചും കൂടെ യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടും. അപ്പോൾ അത് ഒരു കോട്ട് ഓരോ പീസിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഏതെങ്കിലും കളറുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഏത് കളർ അടിച്ചിരുന്നാലും നമുക്ക് കാണാൻ നല്ല ലുക്കായിരിക്കും ചെടിച്ചട്ടി. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ കളർ സ്ക്വയറായിട്ട് വരുന്ന എല്ലാ പീസുകളിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു സ്പോഞ്ചിൻ്റെ കഷ്ണവും പിന്നെ ആക്രിലിക്കിൻ്റെ അടുത്ത പെയിൻറ്റുകളുമാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എടുത്തത് ആക്രിലിക്കിൻ്റെ വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റിൽ സ്പോഞ്ച് കൊണ്ട് നല്ലവണ്ണം ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഓരോ പീസിലും ആ കറുത്ത ലൈനിൽ പറ്റണ്ട ബാക്കിയുള്ള പീസുകളിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ലവണ്ണം സ്ക്രബ് ചെയ്തെടുക്കുമ്പം എല്ലാ സൈഡിലും പറ്റണമെന്നൊന്നുമില്ല. കാരണം ഇനി അടുത്ത കളറും കൂടെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അടുത്ത കളർ ഞാൻ എടുത്തത് ആക്രിലിക്കിൻ്റെ ഗ്രീനാണ്. അതും ഇതേ കണക്ക് തന്നെ നല്ല ഓട്ടിച്ച് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ റെഡ് പിന്നെ യെല്ലോയും. അപ്പോൾ ഈ 4 കളറും ആണ് ഇതിന് വേണ്ടി എടുത്തത്. അപ്പോൾ അത് എല്ലാം പല കളറുകൾ വരുമ്പം കാണാൻ നല്ല ലുക്കായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ആ ഓരോ കോളത്തിൻ്റെ 4 സൈഡിൽ ചെറുതായിട്ട് ആ എഡ്ജ് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ വരുമ്പോൾ കാണാൻ നല്ല ലുക്ക് ആയിരിക്കും ചെടിച്ചട്ടി.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.